ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമായിട്ടുള്ളത്? ഉത്തരം അവിവേകിയുടെ പ്രതീക്ഷകൾ. അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. എവിടെയാണ് വിജ്ഞാനത്തിനു പൂർണ്ണത ലഭിക്കുന്നത്? ഉത്തരം സത്യസന്ധമായ ചുണ്ടുകളിൽ. പ്രഭാഷകൻ 34:9 പ്രകാരം വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ്? ഉത്തരം അനുഭവസമ്പന്നൻ. ദൈവഭക്തന്റെ പ്രത്യാശ ആരിലാണ്? ഉത്തരം അവന്റെ രക്ഷകനിൽ. തന്റെ ആശ്രയം അറിയുന്നത് ആരാണ്? ദൈവഭക്തൻ. പ്രഭാഷകൻ 34:18. ദൈവഭക്തനാണ് തന്റെ ആശ്രയം അറിയുന്നത്. കർത്താവ് ആരെയാണ് കടാക്ഷിക്കുന്നത്? ഉത്തരം തന്നെ സ്നേഹിക്കുന്നവനെ. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ എന്താണ് അടുത്തതായി പറയുന്നത്? ഉത്തരം അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. പ്രഭാഷകൻ 34:20. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി എപ്രകാരമുള്ളതാണ്? ഉത്തരം പങ്കിലമാണ്. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? ഉത്തരം നിയമനിഷേധകന്റെ കാഴ്ചകൾ. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല എന്ന് ആരുടെ ബലിയെക്കുറിച്ചാണ് പ്രഭാഷകൻ 34:23 പറയുന്നത്? ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളെക്കുറിച്ച്. പിതാവിന്റെ മുമ്പിൽ വെച്ചു പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് എന്ന് ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 34:24 പറയുന്നത്? ഉത്തരം ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച്. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച്. പ്രഭാഷകൻ 34:25 അനുസരിച്ച് ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണ്? ഉത്തരം കൊലപാതകിയാണ്. ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. ആരാണ് അയൽക്കാരനെ കൊല്ലുന്നത്? ഉത്തരം അയൽക്കാരന്റെ ഉപജീവനമാർഗം തടയുന്നവൻ. അയൽക്കാരന്റെ ഉപജീവനമാർഗം തടയുന്നവൻ അവനെ കൊല്ലുന്നു. പ്രഭാഷകൻ 34:27 എന്തിനെക്കുറിച്ചാണ് രക്തച്ചൊരിച്ചിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ച്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് രക്തച്ചൊരിച്ചിലാണ്. അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടിയെന്ന് പ്രഭാഷകൻ 34:31 ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്യുന്നവനെ കുറിച്ച്. നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണ്? ഉത്തരം നിരവധി ബലികൾ അർപ്പിക്കുന്നതിന്. നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ അർപ്പിക്കുന്ന ബലി ഏതാണ്? ഉത്തരം കൃതജ്ഞതാ ബലി. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത് എന്ന് പറയുവാൻ കാരണം എന്താണ്? ഉത്തരം ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നതിനാൽ. പ്രഭാഷകൻ 35:7. എന്തിനെക്കുറിച്ചാണ് അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു എന്ന് പ്രഭാഷകൻ 35:8 പറയുന്നത്? ഉത്തരം ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്ന നീതിമാന്റെ ബലിയെക്കുറിച്ച്. കർത്താവിനെ എപ്രകാരമാണ് മഹത്വപ്പെടുത്തേണ്ടത്? ഉത്തരം മനം തുറന്ന്. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തണം. സന്തോഷത്തോടെ കൊടുക്കേണ്ടത് എന്താണ്? ഉത്തരം ദശാംശം. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് എന്ന് പ്രഭാഷകൻ പറയുവാൻ കാരണം എന്താണ്? ഉത്തരം കൈക്കൂലി അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് എന്ന് പറയുവാൻ കാരണം എന്താണ്? ഉത്തരം കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. ആരുടെ പ്രാർത്ഥനയാണ് കർത്താവ് കേൾക്കുന്നത്? ഉത്തരം തിന്മയ്ക്ക് വിധേയനായവന്റെ. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നത്? ഉത്തരം കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ. വിനീതനെ കുറിച്ച് പ്രഭാഷകൻ 35-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിലെത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. ഇങ്ങനെ 3 കാര്യങ്ങളാണ് വിനീതനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നിർദ്ദയനോട് എപ്രകാരം പ്രവർത്തിക്കും? ഉത്തരം അവന്റെ അരക്കെട്ട് തകർക്കും. കർത്താവ് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കും. ആരുടെ ചെങ്കോലാണ് കർത്താവ് തകർത്ത് കളയുന്നത്? ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവന്റെ. അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ കർത്താവ് തകർത്ത് കളയും. പ്രഭാഷകൻ 35:24
എന്തിനൊക്കെ എപ്രകാരം അവിടുന്ന് പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: മനുഷ്യന് പ്രവൃത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും പ്രതിഫലം നൽകും. എന്താണ് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ആശ്വാസപ്രദമായത്? ഉത്തരം: കഷ്ടതയിൽ കർത്താവിന്റെ കരുണ. കഷ്ടതയിൽ കർത്താവിന്റെ കരുണ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ആശ്വാസപ്രദമാണ്. ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എന്ന് പ്രഭാഷകൻ ആരോടാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം: എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട്. അവിടുത്തെ ശക്തി ആര് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 36:3 പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: അന്യജനതകൾ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രഭാഷകൻ 36:5 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: അന്യജനതകൾ. അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ 36 പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: നാശമടയുകയും ചെയ്യട്ടെ. ആരുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ, ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്റെ മേൽ. പ്രഭാഷകന്റെ ഗ്രന്ഥം 36-ാം അധ്യായത്തിൽ ജെറുസലേമിനെ എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം: അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം, അങ്ങയുടെ വിശ്രമ സങ്കേതം. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം, അങ്ങയുടെ വിശ്രമ സങ്കേതം എന്നാണ് ജെറുസലേമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സിയോനെ എന്തുകൊണ്ട് നിറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട്. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ ആലയത്തെ എന്തുകൊണ്ടാണ് മറയ്ക്കേണ്ടത്? ഉത്തരം: അങ്ങയുടെ മഹത്വം കൊണ്ട്. കർത്താവിന്റെ ജനത്തിന് അനുഗ്രഹം നൽകിയത് ആരാണ്? ഉത്തരം: അഹറോൻ. വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ആരാണ്? ഉത്തരം: സൂക്ഷ്മബുദ്ധി. സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. ദുഃഖം വിതയ്ക്കുന്നത് ആരാണ്? ഉത്തരം: കുടിലബുദ്ധി. കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുമ്പോൾ അതിന് പകരം വീട്ടുന്നത് ആരാണ്? ഉത്തരം: അനുഭവസമ്പന്നൻ. മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയായ ആഗ്രഹം ഏതാണ്? ഉത്തരം: സ്ത്രീയുടെ സൗന്ദര്യം. അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകുന്നത് എപ്പോഴാണ്? ഉത്തരം: അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ. വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും, ഭാര്യയില്ലാത്തവൻ എന്തു ചെയ്യും? ഉത്തരം: നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഉത്തരം: ഭാര്യ. മരണതുല്യമായ ദുഃഖം ഏതാണ്? ഉത്തരം: സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ ഉണ്ടായതെന്താണ്? ഉത്തരം: ദുഷിച്ച ഭാവന. യുദ്ധം വരുമ്പോൾ അവർ അവനുവേണ്ടി പരിചയായി നിൽക്കും. പ്രഭാഷകൻ 37:5 ഇപ്രകാരം പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: ഉദരപൂരണത്തിനു വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്ന ചിലരെ കുറിച്ച്. എല്ലാ ഉപദേശകരും എന്താണ് നൽകുന്നത്? ഉത്തരം: മാർഗനിർദ്ദേശം. പ്രഭാഷകൻ 37:8 ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ വീണ്ടും എന്താണ് പറയുന്നത്? ഉത്തരം: ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. ഉപദേശം ചോദിക്കരുതാത്തത് ആരോടാണ്? ഉത്തരം: നിന്നെ സംശയിക്കുന്നവനോട്. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാലുവിനോട് എന്ത് വെളിപ്പെടുത്തരുതെന്നാണ് പ്രഭാഷകൻ 37:10 ഉപദേശിക്കുന്നത്? ഉത്തരം: നിന്റെ ലക്ഷ്യം. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. ആരോടാണ് എപ്പോഴും ഒട്ടി നിൽക്കേണ്ടത്? ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട്. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് എന്ന് പ്രഭാഷകൻ 37:13 ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം: നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശത്തെക്കാൾ വിശ്വാസമായി ഒന്നുമില്ല. എല്ലാറ്റിനും ഉപരി എന്തിനു വേണ്ടിയാണ് അത്യുന്നതനോട് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം: സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിനു വേണ്ടി. എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ്? ഉത്തരം: ചിന്ത. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും എന്തിന്റെ തുടർച്ചയാണ്? ഉത്തരം: ആലോചനയുടെ. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്ന ചിന്തയുടെ 4 ശാഖകൾ ഏതെല്ലാമാണ്? ഉത്തരം: നന്മയും തിന്മയും ജീവനും മരണവും. നന്മയും തിന്മയും ജീവനും മരണവുമാണ് ചിന്തയുടെ 4 ശാഖകൾ.
ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. പ്രഭാഷകൻ 37:21 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം വാചാലതയുള്ളവനെ കുറിച്ച്. വാചാലതയുള്ളവന് ഒന്നിലും ജ്ഞാനമില്ല. ആരാണ് സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത്? ഉത്തരം ജ്ഞാനി. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. ആരുടെ ദിനങ്ങളാണ് പരിമിതമായിട്ടുള്ളത്? ഉത്തരം മനുഷ്യന്റെ ദിനങ്ങൾ. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. എന്നാൽ ഇസ്രായേലിന്റെ ദിനങ്ങൾ എപ്രകാരമുള്ളതാണ്? ഉത്തരം സംഖ്യാതീതം. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതമാണ്. അമിതാഹാരം എന്തിന് കാരണമാകുന്നു? ഉത്തരം രോഗത്തിന് കാരണമാകുന്നു. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. ദഹനക്ഷയം ഉണ്ടാക്കുന്നത് എന്താണ്? ഉത്തരം അമിതഭോജനം. അമിതഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ്? ഉത്തരം അമിതഭോജനം. അമിതഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്ത് നിയന്ത്രിക്കുന്നവനും ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് പ്രഭാഷകൻ 37:31 പറയുന്നത്? ഉത്തരം അമിതഭോജനം. അമിതഭോജനം നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. പ്രഭാഷകൻ 38:1 തുല്യമായ മറ്റൊരു വചനഭാഗം ഏതാണ്? ഉത്തരം പ്രഭാഷകൻ 38:12. വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത്? ഉത്തരം അത്യുന്നതനിൽ നിന്ന്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്നാണ് വരുന്നത്. വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്താണ്? ഉത്തരം വൈദ്യന്റെ വൈഭവം. വൈദ്യന്റെ വൈഭവമാണ് അവനെ ഉന്നതനാക്കുന്നത്. മഹാന്മാർ പ്രശംസിക്കുന്നത് ആരെയാണ്? ഉത്തരം വൈദ്യനെ. കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയത് എന്തിനാണ്? ഉത്തരം മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്. മിശ്രിതം ഉണ്ടാക്കുന്നത് ആരാണ്? ഉത്തരം ഔഷധ നിർമ്മാതാവ്. ഭൂമുഖത്ത് അവിടുന്ന് എന്താണ് വ്യാപിപ്പിക്കുന്നത്? ഉത്തരം ആരോഗ്യം. വൈദ്യസഹായം തേടേണ്ടി വരുന്നത് ആർക്കാണ്? ഉത്തരം സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മരിച്ചവന്റെ മൃതദേഹം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്? ഉത്തരം സമർഹമായി. പൂരിപ്പിക്കുക. നിന്റെ കരച്ചിൽ ഡാഷും വിലാപം ഡാഷുമായിരിക്കട്ടെ. ഉത്തരം വേദനാപൂർണവും തീഷ്ണതയുള്ളതും. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. പ്രഭാഷകൻ 38:18 ദുഃഖത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ശക്തി കെടുത്തുന്നത് എന്താണ്? ഉത്തരം ഹൃദയവേദന. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. ദരിദ്രന്റെ ജീവിതം എപ്രകാരമുള്ളതാണ്? ഉത്തരം ഹൃദയഭാരം നിറഞ്ഞതാണ്. പ്രഭാഷകൻ 38:19. പ്രഭാഷകൻ 38:20 പ്രകാരം ജീവിതാന്തമോർത്ത് അകറ്റിക്കളയേണ്ടത് എന്തിനെയാണ്? ഉത്തരം ദുഃഖത്തെ. ജീവിതാന്തമോർത്ത് ദുഃഖത്തെ അകറ്റിക്കളയണം. പ്രഭാഷകൻ 38:22 ഉദ്ധരിക്കുക. ഉത്തരം എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഉത്തരം വിശ്രമത്തെ. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. എപ്പോഴാണ് ജ്ഞാനം ലഭിക്കുന്നത്? ഉത്തരം വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ. വ്യഗ്രതകൾ ഒഴിഞ്ഞാലാണ് ജ്ഞാനം ലഭിക്കുന്നത്. ആരുടെ കണ്ണുകളാണ് പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നത്? ഉത്തരം ഇരുമ്പ് പണിക്കാരന്റെ കണ്ണുകൾ. ആരുടെ പ്രയത്നമാണ് എണ്ണം നോക്കി നിർണയിക്കുന്നത്? ഉത്തരം കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവന്റെ. കുശവൻ എന്തിലൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ഉത്തരം മിനുക്കുന്നതിലും തീച്ചൂള വൃത്തിയാക്കുന്നതിലും. മിനുക്കുന്നതിലും തീച്ചൂള വൃത്തിയാക്കുന്നതിലും കുശവൻ ശ്രദ്ധിക്കുന്നു. കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നവരും താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരുമായിരിക്കുന്നവർ ആരൊക്കെയാണ്? ഉത്തരം കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നത് ആരാണ്? ഉത്തരം കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നത് ആരാണ്? ഉത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ആരാണ് നന്മ തിന്മകൾ വേർതിരിച്ചറിയുന്നത്? ഉത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ആര് കനിഞ്ഞാലാണ് ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയുന്നത്? ഉത്തരം സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എപ്രകാരമാണ് കർത്താവിന് നന്ദി പറയുന്നത്? ഉത്തരം വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം.
ആരുടെ നാമമാണ് തലമുറകളിലൂടെ ജീവിക്കുന്നത്? ഉത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ നാമം. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും, സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കുമെന്ന് പ്രഭാഷകൻ 39:10 ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ച്. പ്രഭാഷകൻ 39-ാം രണ്ടാമത്തെ ശീർഷകം എന്താണ്? ഉത്തരം ദൈവത്തിനു സ്തുതി. എന്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചിടി പോലെ മുട്ടിടുവിനെന്ന് പ്രഭാഷകൻ 39:13 ആരോടാണ് പറയുന്നത്? ഉത്തരം വിശ്വസ്തന്മാരായ പുത്രന്മാരോട്. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ എന്താണ് പറയുന്നത്? ഉത്തരം സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ. പ്രഭാഷകൻ 39:15. എപ്പോഴാണ് ജലം കുന്നുകൂടിയത്? ഉത്തരം അവിടുന്ന് അരുളി ചെയ്തപ്പോൾ. നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നതും വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുകയും ചെയ്യുന്നത് എന്താണ്? ഉത്തരം അവിടുത്തെ അനുഗ്രഹം. കർത്താവിന്റെ അനുഗ്രഹമാണ് നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നതും വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുകയും ചെയ്യുന്നത്. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം എപ്രകാരമുള്ളതാണ്? ഉത്തരം ഋജുവാണ്. അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം ദുഷ്ടർക്ക്. കോപാവേശത്താൽ ആഞ്ഞടിക്കുന്നത് എന്താണ്? ഉത്തരം പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ എപ്പോൾ എങ്ങനെയാണ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കുന്നത്? ഉത്തരം സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ്. എന്തിനെക്കുറിച്ചാണ്? അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല എന്ന് പ്രഭാഷകൻ 39:31 പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയെ കുറിച്ച്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ 39:35 പറയുന്നത്? ഉത്തരം അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവിൻ. മനുഷ്യന്റെ ദയനീയാവസ്ഥ എന്ന ശീർഷകം ഏത് അധ്യായത്തിലാണുള്ളത്? ഉത്തരം പ്രഭാഷകൻ 40-ാം അധ്യായം. ആരുടെ മേലാണ് ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ആദത്തിന്റെ സന്തതികളുടെ മേൽ. ആരാണ് മരണദിനത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത്? ഉത്തരം ആദത്തിന്റെ സന്തതികൾ. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണ് എന്ന് പ്രഭാഷകൻ 40:2 ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ആദത്തിന്റെ സന്തതികളെ കുറിച്ച്. പൊടിയിലും ചാരത്തിലും കഴിയുന്നത് ആരാണ്? ഉത്തരം എളിയവൻ. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ അവന് വിഭ്രാന്തി ഉളവാക്കുന്നത് എന്താണ്? ഉത്തരം നിശാനിദ്ര. അവന് അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം വിശ്രമം. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് 7 ഇരട്ടിയും വന്നു ചേരുന്നത് എന്താണ്? ഉത്തരം മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും. ദുഷ്ടർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാമാണ്? ഉത്തരം മരണം, രക്തച്ചൊരിച്ചിൽ, കലഹം, വാൾ, ആപത്ത്, ക്ഷാമം, പീഡനം, മഹാമാരി. ആര് നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത്? ഉത്തരം ദുഷ്ടർ നിമിത്തം. എന്നേക്കും നിലനിൽക്കുന്നതെന്താണ്? ഉത്തരം വിശ്വസ്തത. കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകുന്നതും എന്താണ്? ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത്. ആർക്കാണ് സന്തോഷം ലഭിക്കുന്നത്? ഉത്തരം ഔദാര്യശീലന്. ജീവിതം മധുരമായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. ആരുടെ സന്തതിയാണ് അധികം ശാഖ ചൂടുകയില്ലാത്തത്? ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവന്റെ സന്തതി. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും ശ്രേഷ്ഠമായതെന്താണ്? ഉത്തരം ജ്ഞാനതൃഷ്ണ. പ്രഭാഷകൻ 40:20 അനുസരിച്ച് ജ്ഞാനതൃഷ്ണയാണ് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും ശ്രേഷ്ഠമായത്. ഗാനമാധുരി വർദ്ധിപ്പിക്കുന്ന കുഴലിനേക്കാളും കിന്നരത്തെക്കാളും ആസ്വാദ്യമായതെന്താണ്?
ഉത്തരം ഇമ്പമുള്ള മനുഷ്യസ്വരം. കണ്ണിന് ആനന്ദം നൽകുന്ന പ്രസന്നതയെയും സൗന്ദര്യത്തെയും കാൾ ആനന്ദദായകമായതെന്താണ്? ഉത്തരം വയലിലെ ഇളംതളിരുകൾ. വിഷമസന്ധികളിൽ ഉപകരിക്കുന്നതാരാണ്? ഉത്തരം സഹോദരരും സഹായകരും. സഹോദരരെയും സഹായകരെയും കാൾ സുരക്ഷിതമായ അഭയമേതാണ്? ഉത്തരം ദാനധർമ്മം. ദാനധർമ്മമാണ് ഏറ്റവും സുരക്ഷിതമായ അഭയം. പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമായതെന്താണ്? ഉത്തരം സതുപദേശം. ആർക്കാണ് അന്യസഹായം തേടേണ്ടതില്ലാത്തത്? ഉത്തരം ദൈവഭക്തന്. കാരുണ്യവും ദൈവഭക്തിയും എന്തുപോലെയാണ്? ഉത്തരം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏതു മഹത്വത്തെക്കാളും നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് എന്താണ്? ഉത്തരം ദൈവഭക്തി. ആരുടെ അസ്തിത്വമാണ് ജീവിതമെന്ന പേരിന് യോഗ്യമല്ലാത്തത്? ഉത്തരം മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവന്റെ. മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവന്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ല. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും ഒഴിവാക്കുന്നത് എന്താണ്? ഉത്തരം അന്യന്റെ ഭക്ഷണം. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അന്യന്റെ ഭക്ഷണം ഒഴിവാക്കും. ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരമായിരിക്കുന്നത്? ഉത്തരം നിർലജ്ജന്റെ.